ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ അവിൽ വിളയിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. 4 മണി ചായയുടെ കൂടി വെറുതെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ 4 കഷ്ണം ശർക്കര മെൽറ്റാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ കൂടുതൽ മധുരം ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ശർക്കരയൊക്കെ നന്നായി മെൽറ്റായി വന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു പാനിലേക്ക് 2 കപ്പ് നാളികേരം ചിരവിയെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണേ, മൂത്ത് പോവാതെ നോക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യുക, എന്നാലുള്ളൂ ശരിയാവുക. അപ്പോൾ ഏകദേശം നമ്മുടെ നാളികേരമൊക്കെ ഇവിടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടോ. ഇനി നമ്മളിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി അരിച്ചൊഴിക്കാം. അപ്പോൾ ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ എപ്പോഴും അരിച്ചിട്ട് ഒഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇതിൽ ചില ശർക്കരയിൽ കല്ലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി ഈ ശർക്കരപ്പാനിയും അതുപോലെ നാളികേരവും ഒക്കെ ഒന്ന് നന്നായി യോജിപ്പിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് തന്നെ ആക്കി കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടി ഒന്ന് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ള ഇത്രയും വെള്ളം വേണം നമ്മളെ അവിലൊന്ന് നനഞ്ഞെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അവിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 1 പാക്കറ്റ് അവിലിൽ നിന്നും പകുതിയായിട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മട്ടയുടെ അവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് അവിലും എടുക്കാം. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം ഇന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കായും അതുപോലെ കുറച്ച് പഞ്ചസാരയും പൊടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ റെഡിയായി. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വറുത്തിടാനുണ്ട്. അപ്പോൾ അതിനായി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നന്നായി ചൂടായി വന്നിട്ട് നമ്മൾ കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കിസ്മിസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചട്നിക്കൊക്കെ അരയ്ക്കാൻ എടുക്കില്ലേ, ആ ഒരു കടലയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. അതുപോലെ 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം മൂത്ത് വന്നു. ഇനി നമ്മളുടെ അവിലിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോഴാണ് നമ്മുടെ അവിൽ വിളയിച്ചത് കറക്റ്റായി വന്നത്. ഈ ഒരു സ്റ്റേജ് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ നോക്കണേ. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുതേ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തട്ടിപ്പൊത്തി വെക്കാം. ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് അമർത്തി വെക്കാം കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈസി അവിൽ വിളയിച്ചതിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഓൾ എന്ന് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ കേട്ടോ. താങ്ക്